അപ്പോൾ നിള നഴ്സറിയിലെ മാന്തൈകളുടെ ഒരു വലിയ ശേഖരമാണ് ഈ കാണുന്നത്. അപ്പോൾ ഹോൾസെയിലുകാരും റീറ്റെയിലുകാർക്കും കൃത്യമായ വിലക്കുറവോടുകൂടിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം ആവശ്യക്കാർ എത്തുക. വിയറ്റ്നാം എർലിയുടെ ഒരു വലിയ ശേഖരമുണ്ട്. അപ്പം നമ്മളാണ്ട് ഈ ചെടിയൊക്കെ എന്ന് പറയുന്നത് ഒരു 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെയുണ്ട്. ചെറുതും വലുതുമായ ചെടികൾ നമുക്ക് 100 രൂപ മുതൽ ഏതാണ്ട് 1200 രൂപ വരെയുള്ള വിയറ്റ്നാം എർലിയുടെ തൈകൾ നമുക്കിവിടെ ലഭ്യമാണ്. തേൻവരിക്ക എന്ന് പറയുന്ന പ്ലാവാണിത്. ഇത് നല്ല മധുരമുള്ളതാണ്, നല്ല കളറുള്ളതാണ്. ഇത് നമുക്കൊരു 100 രൂപയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് ലഭ്യമാണിത്. നല്ല മധുരമുള്ള, നല്ല ടേസ്റ്റിയാണ്. മുസമ്പിയുടെ ഒരു വിഭാഗമാണിത്. അപ്പോൾ മുസമ്പിയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുസമ്പി, നിരവധി ഇന്ത്യൻ മുസമ്പി ആയാലും അതുപോലെ തന്നെ നിരവധി തരത്തിലുള്ള മുസമ്പി ഇവിടെ ലഭ്യമാണ്. മുസമ്പി നമുക്ക് ഇന്ത്യൻ മുസമ്പി ഉണ്ട്, വിയറ്റ്നാം മുസമ്പി ഉണ്ട്. ഇതെല്ലാം നല്ല കായ അയക്കുമോ, ഇതൊക്കെ വലുതാണ്. ഇതൊക്കെ 1500 രൂപയാണ്. നമുക്ക് 300 രൂപ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ത്യൻ മുസമ്പി, വിയറ്റ്നാം മുസമ്പി. ഇതാണ് മുസമ്പിയുടെ മറ്റൊരു ചെടിയുടെ വലിയ ശേഖരമാണ്. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ മുസമ്പിയുടെയും വിയറ്റ്നാം മുസമ്പിയുടെയൊക്കെ ഒരു നല്ല ശേഖരം ഇവിടെയുണ്ട്. നല്ല കായ്ച്ച ചെടികളാണ് ഇവിടെ നിൽക്കുന്ന കൂടുതലും. ഇപ്പോൾ തന്നെ നമ്മളിത് കൊണ്ടുവച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫലമാണ് ഈ ചാമ്പ എന്ന് പറയുന്നത്. നമുക്കിവിടെ നിള നഴ്സറിയിൽ 3-4 തരത്തിലുള്ള പല വലിപ്പത്തിലുള്ള ചാമ്പത്തൈകൾ ഇവിടെ ലഭ്യമാണ്. ബാലി, ഉമർ, ഡൽഹരി ഇങ്ങനെ തുടങ്ങി അതെ നിരവധി തരത്തിലുള്ള ചാമ്പത്തൈ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അനീഷ് പറയും. തൈറോയ്ഡ് ചാമ്പ നല്ല മധുരമുള്ള ചാമ്പയാണ്. തൈറോയ്ഡ് ചാമ്പ നമുക്കിവിടെ 100 രൂപ മുതൽ നമുക്കിവിടെ നിളയിൽ ലഭിക്കുന്നതാണ്. 100, 350, 300, അങ്ങനെ 700, ഇതൊക്കെ ആകുമ്പോൾ 1000 രൂപ. നാളെ ഇതിൻ്റെ ഹൈറ്റൊക്കെ നോക്കി. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച ടൈപ്പാണ്. കായ്ച്ച ടൈപ്പ് ഈ ടൈപ്പൊക്കെ ആകുമ്പോൾ 1000 രൂപയേ ഉള്ളൂ. ഡൽഹരി ചാമ്പയാണിത്. ഇത് ബാലിയാണ്. ബാലി, പിന്നെ ഉമ്മറുണ്ട്. ഉമർ ചാമ്പ ഇതൊക്കെ വലുതൊക്കെ നമുക്ക് 1000 രൂപ, പിന്നെ 100 രൂപ മുതൽ നമുക്ക് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഡെലിവറി സംവിധാനവും അതുപോലെ കൊറിയറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ നമ്മുടെ നഴ്സറിയിലേക്ക് എത്തിച്ചേരണം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് കിഴക്കുവശത്ത് കുറ്റിപ്പുറത്തിന് തെക്കായിട്ട് പ്ലാവിള ജംഗ്ഷനിലാണ് നിള നഴ്സറിയുടെ വലിയ ശേഖരം. അതായത് ഈ ചാമ്പ മാത്രമല്ലാണ്ട് 350-ൽ പരം ഫലവൃക്ഷ തൈകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. മട്ടോവ ഇനത്തിൽപ്പെട്ട ചെടികളുടെ ഒരു ശേഖരമാണ്. അതുകൊണ്ട് 2 ആൾ പൊക്കം വലിപ്പത്തിലുള്ള ഈ മട്ടോവ ചെടികൾക്കൊക്കെ 1000 രൂപയാണ്. നമുക്കൊരു 350 രൂപ മുതൽ 1500 രൂപ വരെയുള്ള ചെടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ കൊണ്ടുവച്ചാൽ ഉടൻ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്ന തരത്തിലുള്ള ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഫ്ലഷുള്ള, നല്ല മധുരമുള്ള ഫലമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. തായ് ഞാവലാണ്, നല്ല ബ്ലാക്ക് കളർ ഞാവലാണ്. ഇതിപ്പോൾ നമുക്ക് 600 വരുന്നതാണ്. ഇത് നമുക്ക് 250 മുതൽ, വൈറ്റ് ആകുമ്പോൾ 250 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ഉടനെ തന്നെ കായ്ക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച ടൈപ്പ് ഞാവലാണിത്. നല്ല വലിപ്പമുള്ള കായാണ്, നല്ല കറുപ്പ്, നല്ല വലിപ്പമുള്ള കായാണ്, പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ആരോഗ്യമുള്ള തൈകളാണ്. നമുക്ക് ചെറുതും വലുതുമായ നിരവധി തൈകൾ നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാൻ കഴിയുന്നത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ഹോൾസെയിൽ റേറ്റ് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഒരു അടിപൊളി ഫലം കിട്ടുന്ന ചെടിയാണ്. നല്ല കരിക്കിൻ്റെ രീതിയിൽ നമുക്ക് വളരെ ടേസ്റ്റിയോട് കഴിക്കാൻ കഴിയുന്ന ഇനത്തിൽപ്പെട്ട അബിയു ചെടികളാണ്. അപ്പോൾ അബിയു ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അബിയു കായിട്ട പൂത്ത നിരവധി ചെടികൾ ഇവിടെ ഉണ്ട്. ഏതാണ്ട് 100 രൂപ മുതൽ ഏതാണ്ട് 1000 രൂപയ്ക്ക് മുകളിലുള്ള ചെടികൾ വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ 100 രൂപ മുതൽ 100, 150, 250, 350 അങ്ങനെ വരും. 550 ഇവിടെ അല്ലാണ്ട് ചെറിയ ഇരിപ്പുണ്ട്. ചെറുതും വലുതുമായ നിരവധി ചെടികൾ ഇരിപ്പുണ്ട്. ഒരു അലങ്കാര ചെടിയാണ്, കട്ട്നറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല പൊക്കത്തിൽ നല്ല മനോഹരമായിട്ട് വളരും. അപ്പോൾ ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് ലഭിക്കുന്നത്. ബദാം പരിപ്പിൻ്റെ ടേസ്റ്റുള്ള അതേ രീതിയിലുള്ള നല്ല ഫലം കിട്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിവിടെ ഒരു 500 രൂപയ്ക്കാണ് നമ്മൾ ഈ തരത്തിലുള്ള മനോഹരമായ ചെടി നൽകുന്നത്. കേരളീയർ ഏറ്റവും കൂടുതലായി ഇപ്പം കൃഷി ചെയ്തു വരുന്ന ഒരു വിഭാഗമാണ് ഈ അടയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിരവധി തരത്തിലുള്ള അടയ്ക്ക, നമ്മുടെ പല വെറൈറ്റി ഉള്ളത് നിള നഴ്സറിയിൽ ലഭ്യമാണ്. ഇത് മംഗള അടയ്ക്കയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു 40 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും കൊടുക്കാൻ കഴിയും. ആവശ്യം പോലെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. കമുകിൻ്റെ ഒരു ശേഖരമാണിത്. ഇത് മോഹിൻ നഗർ എന്ന് പറയുന്ന അടയ്ക്കയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ഇത് നമുക്ക് 40 രൂപയേ ഉള്ളൂ. നല്ല ഇത്രയും വലിയ നല്ല പ്ലാന്റാണ്. പെട്ടെന്ന് കായ്ഫലം തരുന്ന കായാണ് മോഹിൻ നഗർ. ഇത് ഒരുപാട് പൊക്കത്തിൽ വളരുമോ? ഇത് വലിയ ഹൈറ്റിൽ പോകത്തില്ല. ഈ അടയ്ക്ക തൈകളുടെ ഒരു വിവിധ വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് കാസർഗോഡൻ അടയ്ക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല വലിപ്പമുള്ള നല്ല കരുത്തുള്ള ചെടികൾ നമ്മൾ കൊടുക്കുന്ന വെറും 40 രൂപയ്ക്കാണ്. പ്ലാവുകളുടെ ഒരു വലിയ ശേഖരം, നല്ല ഒരു 10,000-5000 മുകളിൽ വിവിധ ഇനത്തിലുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കാൻ കഴിയും.
ഇത് വിയറ്റ്നാം എയർലി വിഭാഗത്തിൽപ്പെട്ട പ്ലാൻ തൈകളാണ്. ഒരു ഓൾ സീസൺ പ്ലാവ് എന്ന് വേണേൽ നമുക്കിതിനെ പറയാം. എല്ലാ സമയത്തും നമുക്ക് ചക്ക ലഭിക്കുന്ന, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ലഭിക്കുന്ന ചെടിയാണ്. ഇത് നമ്മൾ വേണ്ട വെറും 100 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയ ചെടി നമ്മൾ കൊടുക്കുന്നത്. 100 രൂപയുടെ ചെടി മാത്രമല്ല, നമ്മുടെ അത്രയും പൊക്കമാവാറായ കായ്ഫലം ലഭിക്കാറായിട്ടുള്ള വിയറ്റ്നാം എയർലിലെ 380 രൂപ വിലയുള്ള ചെടികളാണ് കിടക്കുന്നത്. നമുക്ക് നല്ല ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും കൊടുക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഈ പ്രാവശ്യം നമുക്ക് കായ വിയറ്റ്നാം എയർലി ഇത് നമുക്ക് 350 നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇത്രയും കടവണ്ണവും ഇത്രയും ചെറിയ കവർ താണ്ട ആ കവറാണ്. നല്ല പ്ലാന്റാണ്. 350 രൂപ. നല്ല ആരോഗ്യമുള്ള ഇത് പ്ലാന്റ്. 100 രൂപ മുതൽ 100, 200, 350, പിന്നെ 900 നമുക്ക് നമ്മളെക്കാട്ടി ഹൈറ്റുള്ളതൊക്കെ ഇരിപ്പുണ്ട്. ഒരു 6 അടി 6.5 അടിയൊക്കെ ഹൈറ്റുള്ളതൊക്കെ 900 ഇരിപ്പുണ്ട്. പിന്നെ 1000 ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ്ട് ഇവിടെ റൂബി ലോങ്കനാണ്. അപ്പോൾ ലോങ്കൻ്റെ ഒരു വലിയ ശേഖരം കരുനാപ്പള്ളി നിള നഴ്സറിയിലുണ്ട്. മിക്കവാറും എല്ലാ ചെടികളും കായ്ച്ച് അതിൻ്റെ കായ്ഫലം വന്നതിന് ശേഷമുള്ള ചെടികളാണ്. നമുക്കിവിടെ വളരെ ചെറിയ ചെടി മുതൽ വലിയ ചെടി വരെ നമുക്ക് ലഭ്യമാണ്. ഇതാണ്ട് ഒരു 10,000 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ആൾക്കാർ കൊണ്ടുവച്ചാൽ മാത്രം മതി, അടുത്ത വർഷം നന്നായിട്ട് കായ് കിട്ടും. ഇപ്രാവശ്യം തന്നെ നല്ല കൊലകൊലയായിട്ട് പൂത്ത ചെടികളാണിത്. കുറ്റ്യാടി തെങ്ങിൻ്റെ ഒരു ശേഖരമാണിത്. കുറ്റ്യാടി തെങ്ങ് നമുക്ക് കവറിനകത്താക്കാത്ത, നമുക്ക് താഴെ നിന്ന് തന്നെ എടുത്തു തരാം നമുക്ക് 150 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. കവറിനകത്താക്കിയതാകുമ്പോൾ നമുക്ക് 200. പിന്നെ നമുക്ക് DNTT ഉണ്ട്, രാമങ്ങയുണ്ട്, ഗംഗാബോണ്ടം ഉണ്ട്, ശ്രീലങ്കനുണ്ട്, സണ്ണങ്കിയുണ്ട്. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഏതാണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള പ്ലാൻ തൈകൾ നമ്മൾ ഈ വലിപ്പത്തിലുള്ള ഒരു 200 രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത്. അതേപോലെ തന്നെ 200 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നിരവധി പേരത്തൈകൾ, അതുപോലെ തന്നെ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ചാമ്പത്തൈകൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ നൽകി വരുന്നുണ്ട്. 100 രൂപയ്ക്ക് നൽകി വരുന്ന ചാമ്പത്തൈകളാണ്. കാരണം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള തായ് ചാമ്പയാണ്. ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് ഇവിടെയുണ്ട്. അപ്പം നിള നഴ്സറിയിൽ ചാമ്പകളുടെ ആണ്ടൊരു 3-4 വെറൈറ്റി ആവശ്യം പോലെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാന്റുകളുണ്ട്. റെഡ് ഡയമണ്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു പേരയുടെ വലിയ ശേഖരമാണ് നിള നഴ്സറിയിൽ ഉള്ളത്. അപ്പോൾ ഈ ചെറിയ തൈകൾ നമ്മൾ 200 രൂപയ്ക്കും അവിടെ കാണുന്ന കുറച്ചുകൂടെ വലുത് 250 രൂപയ്ക്ക് കൊടുക്കുന്നത്. 200ൻ്റെ തൈകൾ ഇപ്പം തന്നെ ധാരാളമായിട്ട് മൊട്ടിട്ടിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന, നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട്. എല്ലാ ചെടികളും നല്ല കരുത്തുള്ള ചെടികളാണ്. അപ്പോൾ ഇത് തായ്വാൻ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട പേരയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റായിട്ടുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത്. തായ്വാൻ പിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നല്ല വലിപ്പമുള്ള പേരക്കയാണ്. നല്ല ഒരു 650-700 ഗ്രാം വലിപ്പം വരും. നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ പിടിക്കുന്ന പേരക്കയാണ്. നല്ല വലിപ്പമുള്ള പേരക്ക, നല്ല മധുരമാണ്. സീഡ് ഉണ്ടെങ്കിലും വിഷയമില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ആവശ്യം വേണ്ട ഒരു ചെടിയാണ് നമുക്ക് നാരകം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാ സമയത്തും, വർഷത്തിൽ മുഴുവൻ സമയത്തും നമുക്ക് കായ് തരുന്ന, നാരങ്ങ തരുന്ന ഒരു ലെമണാണിത്. സീഡ്ലെസ് ലെമൺ എന്നാണ് എൻ്റെ പേര്. നല്ല നീര് കിട്ടുന്ന ഈ ലെമൺ ഇവിടെ ആവശ്യം പോലെ ക്വാണ്ടിറ്റി നമ്മുടെ നിള നഴ്സറിയിലുണ്ട്. 100 രൂപയ്ക്ക് നിളയിൽ നിന്ന് ലഭിക്കുന്നതാണ്. 100 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിഴിയാം, നമുക്ക് നാരങ്ങ വെള്ളമായിട്ട് കലക്കാം, പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാം. നല്ലതാണ്, നല്ല വലിപ്പമുള്ളതാണ്. ഇത് വിയറ്റ്നാം എയർലിയുടെ വലിയ പ്ലാൻ തൈകളാണ്. അപ്പോൾ എന്നേക്കാൾ വലിയ വലിപ്പമുള്ള ഈ തൈ നമ്മളിവിടെ നിള നഴ്സറിയിൽ കൊടുക്കുന്നത് വെറും 900 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 100 രൂപ മുതൽ വലിയ ചെടികൾ വരെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം തന്നെ ഇത് ഇപ്പം മുട്ടിട്ടാണ്, അടുത്ത വർഷം തന്നെ നമുക്ക് കായ് കിട്ടും. അതുമാത്രമല്ല ഇതിൽ ഓൾ സീസണായിട്ട് എല്ലാ സമയത്തും നമുക്ക് കായ്ഫലം ലഭിക്കുന്ന ഒരു ഇനമാണ്. അവക്കാഡോയുടെ ഗ്രാഫ്റ്റ് തൈകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ നമുക്ക് ഈ അവക്കാഡോയുടെ ഈ തൈക്ക് നമുക്കൊരു 300 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് വെറൈറ്റികളും നമുക്ക് ലഭ്യമാണ്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ റസലുണ്ട്, പുള്ളോക്ക് ഉണ്ട്. റസലാകുമ്പോൾ നമുക്ക് നീളമുള്ള ടൈപ്പ് കായും, പുള്ളോക്ക് ആകുമ്പോൾ ബൾബ് ടൈപ്പ് കായുമാണ്. റസലിൻ്റെ നമുക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് 650 വരും, പുള്ളോക്ക് ആകുമ്പോൾ 750 വരും. ഇത് ഗ്രാഫ്റ്റ് തൈ ഇത് നമുക്ക് 300 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഡാങ്സൂര്യയുടെ ചെറിയ തൈകളാണ്. ഡാങ്സൂര്യ ജാക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പഴമാണ്. വളരെ നന്നായിട്ട് കായ്ക്കുകയും നല്ല ബലം കിട്ടുകയും ചെയ്യുന്ന ഇനത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന വലിപ്പത്തിലുള്ള ചെറിയ ചെടി നമുക്കൊരു 100 രൂപയ്ക്ക് നൽകാൻ കഴിയും. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. ഒരു തായ്വാൻ പിങ്ക് പേരയുടെ ഒരു വലിയ ശേഖരമാണ്. നമുക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ല കരുത്തുള്ള ചെടികളാണ്. ഇവിടെ നമ്മുടെ മിക്കവാറും ചെടികൾ ഇപ്പോൾ തന്നെ പേരയ്ക്ക വന്നിട്ടുള്ള തൈകളാണ്. നമുക്ക് 350 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം. നമുക്ക് ഇത്രയും വലിയ നല്ല കടവണ്ണമുള്ള നല്ല പ്ലാന്റാണ്. ഇത് നമുക്ക് 350 കൊടുക്കാം. നമുക്ക് 100 രൂപ മുതൽ നമ്മുടെ നേഴ്സറി ഇത് ലഭ്യമാണ്.
ഇത് നമുക്കൊരു 650-750 ഗ്രാം വരെ വലിപ്പം വരും. നല്ല പിങ്ക് കളറാണ്, നല്ല മധുരമാണ്. ഞങ്ങൾ ഇവിടെ ഈ J30യുടെയും വിയറ്റ്നാം എയർലയുടെയും കംബോഡിയൻ ജാക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേക വലിപ്പത്തിലുള്ള ചെടികളാണിത്. ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ചെടികൾ വിൽപ്പനയ്ക്കായിട്ടുള്ളൂ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നിരവധി ചെടികളുണ്ട്, പല വലിപ്പത്തിലുള്ള നമുക്ക് വിയറ്റ്നാം എയർലി ആകുമ്പോൾ 100 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ J30 100 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. കംബോഡിയനുണ്ട് 250 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. കംബോഡിയൻ ആകുമ്പോൾ നല്ല ചുവപ്പാണ്. പിന്നെ ഡാൻസൂരി ഉണ്ട്, ഡാൻസൂരിയ 100 രൂപ മുതൽ ലഭ്യമാണ്. സിന്ദൂർ 250 മുതൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ സ്റ്റോക്കൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ സെയിലാവാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് താമസിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ വേറെ പ്ലാന്റ് നമുക്ക് അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. മാംഗോസ്റ്റിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട്. മാംഗോസ്റ്റ് എന്ന് പറയുമ്പം പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മാംഗോസ്റ്റിൻ്റെ ഈ തട്ട് അനുസരിച്ചാണ്, വളരെ സാവധാനമാണിത് വളരുന്നത്. അപ്പോൾ ഇത് ഒരു 200 വർഷമൊക്കെ ആയുസ്സുള്ള ചെടിയാണ്. നമുക്ക് ഒരു തട്ടുള്ളയാകുമ്പോൾ, ഒറ്റ തട്ടുള്ളയാകുമ്പോൾ നമുക്ക് 350, 2 തട്ടുള്ളയാകുമ്പോൾ 450. പിന്നെ അങ്ങനെ തട്ടനുസരിച്ച് റേറ്റ് കയറും. പിന്നെ നമുക്കൊരു 10,000 വരെയുള്ള 10,000 രൂപ വില, 8 കൊല്ലമൊക്കെ 10,000 രൂപയൊക്കെയുള്ള സാധനം ഇരിപ്പുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാൻ പറ്റും. കൊണ്ടുണ്ടാവും. ഇതിൽ 200ൻ്റെ പ്ലാന്റ് നമുക്ക് ഉണ്ട് കേട്ടോ. തട്ടാവാത്ത 200ൻ്റെ പ്ലാന്റ് ഉണ്ട്, ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10,000-ന് മുകളിൽ പീസ് നമുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ലോങ്കൻ്റെ മറ്റൊരു ശേഖരമാണിത്. അപ്പോൾ ലോങ്കൺ മാത്രമല്ല, ഇതെല്ലാം നമ്മൾ അടുത്ത ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന റംബൂട്ടാൻ, NIT വിഭാഗത്തിലെ റംബൂട്ടാൻ, അതുപോലെ ലോങ്കൺ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഏതാണ്ട് 350ഓളം തരത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യം പോലെ സ്റ്റോക്കുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കൊടുക്കും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളെല്ലാം നമുക്ക് അവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളൊരു 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാനും വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങോട്ട് കാണുന്ന എല്ലാം നമ്മൾ കെട്ടി ലെവൽ ചെയ്ത് വെച്ചിരിക്കുക. ഏതാണ്ട് 350-ൽ പരം പ്ലാന്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളുള്ള ഒരു വലിയ നഴ്സറിയാണ് ഞങ്ങളുടേത്. നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ബഡ് ചെയ്യുന്ന നമ്മുടെ ലോങ്കൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അപ്പം നിരവധി ഒരുപാട് പീസുണ്ട്, 10,000 കണക്കിന് പീസ് നമുക്കുണ്ട്. നമ്മളിത് ബഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിള ഓർക്കാഡ്സ് കരുനാഗപ്പള്ളിയിൽ മരമുന്തിരിക്ക് ഒരു വലിയ ശേഖരമുണ്ട്. ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന 10,000 കണക്കിന് പീസാണ് ഇവിടെ ഇരിക്കുന്ന. പല വിലയിലുള്ള വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ വലിയ ശേഖരമാണ്. അപ്പോൾ ഒരു മരമുന്തിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് വിലയുടെ കാര്യത്തിൽ ഹൈബ്രിഡ് ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചെറുതും വലുതുമായ ഒരുപാട് പ്ലാന്റ് നമുക്ക് ഇരിപ്പുണ്ട്. നമുക്ക് 250 മുതൽ 250 അല്ല 300 രൂപ മുതൽ നമുക്കൊരു 10,000 രൂപ 15,000 വരെ വരുന്ന പല വെറൈറ്റി, പല തട്ടായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇരിപ്പുണ്ട്. ഈ ആ ഭാഗത്ത് കണ്ടില്ലാണ്ട് വലിയ വലിയ പ്ലാന്റുകൾ. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നട്ടാൽ അടുത്ത വർഷം തന്നെ നന്നായിട്ട് കായ കിട്ടും. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കണ്ട എല്ലാ ചെടികളും, ഈ വലിയ ചെടികളെല്ലാം തന്നെ കായിട്ടാണ്. ഇതിനകത്ത് നല്ല വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ മുട്ടുകളും കമ്പുകളൊക്കെ പരിശോധിച്ചാൽ തന്നെ അറിയാം. കഴിഞ്ഞ തവണ പിന്നെ മരമുന്തിരി നന്നായിട്ട് പൂത്ത ഒരു മരമാണ്. അതുകൊണ്ട് ഇത് ഇവിടെ എല്ലാം ചെടികൾ ഇതാണ്ട് ഒരു 10,000 മുതൽ 15,000 രൂപ വരെയുള്ള വലിയ ചെടികൾ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള മാംഗോസ്റ്റിൻ തൈകൾ ഒരു 10,000-ലധികം ക്വാണ്ടിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത് കണ്ടില്ല, നമുക്ക് വലിയ മരമാണ്. തൊട്ടടുത്ത വർഷം തന്നെ നമുക്ക് കായ്ബലം കിട്ടുന്ന തരത്തിലുള്ള നല്ല മരമാണിത്. അതോടൊപ്പം തന്നെ നമുക്കൊരു 100 രൂപ മുതൽ 10,000 രൂപയ്ക്ക് മുകളിൽ വരെയുള്ള തട്ടായിട്ട് ഉള്ള ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. നല്ലൊരു ശേഖരം, അതുകൊണ്ട് നല്ല ശേഖരമാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല ജീവനുള്ള ചെടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നന്നായിട്ട് തളിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡെലിവറി സൗകര്യമില്ല, കൊറിയർ സൗകര്യമില്ല, ഇവിടെ വന്നെടുക്കണം. അപ്പോൾ എടുക്കുന്ന ആൾക്കാർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് നൽകാൻ കഴിയും. അപ്പോൾ അതിന് കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും കിഴക്ക് പ്ലാവിള ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത്. മാവുകൾ ഏതാണ്ട് ഒരു 15,000-ലധികം വിവിധ തരത്തിലുള്ള തൈകൾ നമുക്ക് ലഭ്യമാണ്. നിരവധി വെറൈറ്റി, 10-40 വെറൈറ്റിയിലുള്ള പല വലിപ്പത്തിലുള്ള 15,000-ഓളം പീസ് മാന്തൈകളാണ് നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിയാസാക്കി, നാംഡോക്കുമൈ, R2U2, കാറ്റിമൂൺ, ഹിമാപസന്ത്, കർപ്പൂരം, സിന്ദൂരം, അങ്ങനെ ഒരുപാട് മാവുകൾ വാങ്ങാൻ നമുക്ക് ഉണ്ട്. നമുക്ക് അത് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്ര ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. പൂവായ ടൈപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 250, 350, 500, 1000 ഇതിനൊക്കെ കായൊക്കെ നമുക്ക് 500-നൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് മൊത്തം കായായിട്ടേക്കുക. കാറ്റുമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ഇഷ്ടം പോലെ പിടിക്കുന്ന ടൈപ്പാണ്. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം കാ പിടിക്കും.
നല്ല മാങ്ങയാണ്, പുഴുശല്യം ഇല്ലാത്ത ടൈപ്പാണ്. വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന കൽക്കട്ട പാട്ടി ലെമണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ലെമൺ കിട്ടുന്നുണ്ട്. ഇതൊരു നമുക്ക് ചെടിച്ചട്ടിയിൽ വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഒരു വീട്ടിൽ അതിഥി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് നമുക്ക് കറി നാരങ്ങയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കൽക്കട്ട പാട്ടി ലെമണിൻ്റെ 250 രൂപയുടെയും 500 രൂപ വരെയുള്ള ചെടികൾ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പം ആവശ്യം പോലെ ക്വാണ്ടിറ്റി നമുക്കുണ്ട്. ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ നൽകി വരുന്നുണ്ട്. ഇത് നമുക്ക് 250 നമുക്ക് നിലയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് 250, പിന്നെ ചട്ടിക്കകത്ത് കായ്ച്ചിരിക്കുന്ന 500, പിന്നെ 600, അങ്ങനെ പല വിലയിലുള്ള നമുക്ക് ഇവിടുന്ന് നേഴ്സറിയിൽ നിന്ന് നമുക്ക്. പുഷ്യാസൂര്യ എന്നാണ് എൻ്റെ പേര്. നമുക്ക് കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ മാങ്ങ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷം ഏറ്റവും മുമ്പേ കായ്ക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴുശല്യവും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇവിടെ നമുക്ക് നിള ഓർക്കാഡ്സിൽ ആവശ്യം പോലെ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ നൽകി വരുന്നുണ്ട്. ഇത് കൂടാതെ 350-ൽ പരം മറ്റ് പഴവർഗ്ഗ ചെടികളും നമുക്കിവിടെ ലഭ്യമാണ്. ഇത് സിഷി വിഭാഗത്തിൽപ്പെട്ട ഒരു മാംഗോ ട്രീ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു 25 ബ്രിക്സ് മധുരം കിട്ടുന്ന വളരെ പുഴുശല്യം കുറവായിട്ടുള്ള നല്ല പ്രീമിയം ടൈപ്പുള്ള ഒരു മാവാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വലിപ്പത്തിലുള്ള മാവ് ഇവിടെ നൽകി വരുന്നത് നമ്മളൊരു 750 രൂപയ്ക്കാണ്. കരുനാഗപ്പള്ളി നിള ഓർക്കാഡ്സിൽ ഈ മാവ് കൂടാതെ തന്നെ നമുക്കൊരു 350ഓളം വരുന്ന മറ്റ് ഫലവൃക്ഷ തൈകളും ലഭ്യമാണ്. നമ്മുടെ പുലാസൻ ചെടികൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ആൾക്കാരും ഇവിടെ എത്തിച്ചേരുന്ന ആൾക്കാർ ധാരാളമായിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇത് കായ്ഫലം വരും. റംബൂട്ടാനേക്കാൾ കുറച്ചും കൂടി നല്ല മധുരമുള്ള രുചികരമായ ഫ്രൂട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 1300 രൂപ വരെയുള്ള ചെടികൾ, ഏതാണ്ട് 350 രൂപ മുതൽ 1350 രൂപ വരെയുള്ള ചെടികൾ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാണ്. അതാണ്ട് ഇതൊക്കെ വലിയ ചെടികൾ. അതോടൊപ്പം തന്നെ 350 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ചെറിയ ചെടികളുടെ വലിയൊരു ശേഖരമുണ്ട്. ഇത് നമുക്ക് 350 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 350 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് പുലാസൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കുരു സഹിതം കഴിക്കാൻ പറ്റും. 3 കൊല്ലം നമുക്ക് കായ്ക്കും. നല്ല മധുരമുള്ളതാണ്. റംബൂട്ടാനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കുരു സഹിതം നമുക്ക് കഴിക്കാൻ പറ്റും. ബദാം പരിപ്പിൻ്റെ ടേസ്റ്റാണ് കുരുവിന്. ഇത് 350, 600, 1000, 1200, 3000 വരെയുള്ള ചെടി നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ കസ്തൂരി മാവിൻ്റെ ഒരു നല്ല ശേഖരമുണ്ട്. നമുക്ക് ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മാവാണ്. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അലങ്കാരമാണ്. ഇതിൻ്റെ ഈ ഇലകൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയോടുകൂടി അലങ്കാരത്തിനും ആൾക്കാർ ധാരാളമായി വളർത്തി വരുന്നതാണ്. നമുക്ക് ഏതാണ്ട് ഒരു 350 രൂപ റേഞ്ചിനാണ് ഈ വലിയ ചെടികൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. കരുനാഗപ്പള്ളി നിള ഓർക്കാഡ്സിൽ ഒരു മാമ്പഴ ചെടികളുടെ ഒരു വലിയ ശേഖരമാണ്. അതുകൊണ്ട് ഞങ്ങളെക്കാൾ വലിയ പൊക്കമുള്ള നിരവധി തരത്തിലുള്ള മാന്തൈകളാണ് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 15,000-ന് മുകളിൽ സ്റ്റോക്ക് അമൗണ്ട് അല്ലേ? 15,000-ന് മേലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ ഇവിടെ സ്റ്റോക്കാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഏതൊക്കെ ഐറ്റം ആണെന്ന് പറഞ്ഞേ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നാംഡോക്കുമായി ഉണ്ട്, വലിയതാണ്. നമ്മളെക്കാട്ടിലൊക്കെ വലിയ ഹൈറ്റുള്ള നാംഡോക്കുമായി ഉണ്ട്, കാറ്റിമോണുണ്ട്, ബനാനയുണ്ട്, കോട്ടർക്കോണമുണ്ട്, കാലാപ്പാടിയുണ്ട്, മിയാസാക്കി ഉണ്ട്. അവിടെയൊക്കെ വലിയ മാങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും ചെടിച്ചട്ടി വളർത്താൻ പറ്റുന്ന ഈ കവറിനകത്തിരിക്കുന്ന മാവിൽ ഇവിടെയും അവിടെയൊക്കെ മാങ്ങ പിടിച്ച് നിൽക്കുകയാണ്. കാട്ടിമൺ എന്ന് പറഞ്ഞ മാവാണ്. ഇത് നല്ലപോലെ കാ പിടിക്കുന്ന ടൈപ്പാണ്. നല്ല മധുരമാണ്. ഇത് പുഴുശല്യം ഇല്ലാത്ത ടൈപ്പാണ്. 2 പ്രാവശ്യം, ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം പിടിക്കുന്ന ടൈപ്പാണിത്. ഇതൊക്കെ നമുക്ക് ചടിച്ചട്ടിക്കകത്ത് വേണേൽ വളർത്താം, വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാം. ഇത് കാലാപ്പാടി ഇനത്തിൽപ്പെട്ട വലിയ മാന്തൈകളാണ്. അപ്പം നമുക്ക് ഒരു 250 രൂപ മുതൽ 1200 വരെയുള്ള വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള നിരവധി എണ്ണം ചെടികളുണ്ട്. നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മളിവിടെ നൽകി വരുന്നുണ്ട്. നിരവധി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വ്യാപകമായിട്ട് നമ്മളിപ്പം സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കുറ്റ്യാടി ഇനത്തിൽ ആൾക്കാർക്ക് ഒരുപാട് ആവശ്യക്കാർ വരുന്ന ഒരു ഇനമാണ് കുറ്റ്യാടി ഇനത്തിലുള്ള. കുറ്റ്യാടി നമുക്ക് ഇതിപ്പം 150 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കവറിനകത്ത് നിറയ്ക്കാതെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് 150 കൊടുക്കാൻ പറ്റും. കവറിനകത്ത് നിറച്ചാകുമ്പം 200 രൂപയ്ക്ക് കൊടുക്കാം. കുറ്റ്യാടി അല്ലാതെ നമുക്ക് DNTT ഉണ്ട്. DNTTയുടെ തന്നെ 3 വെറൈറ്റി ഉണ്ട്. കൽപ്പസങ്കര, ചന്ദ്രശങ്കര, കൽപ്പസമൃദ്ധി എന്ന് പറഞ്ഞ് 3 വെറൈറ്റി ഉണ്ട്. അപ്പം കരിക്കിനും അതേപോലെ തന്നെ തേങ്ങയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കരിക്കിന് മാത്രമായിട്ടുള്ള മറ്റേ കണ്ണങ്കിയുണ്ട്, ചെന്തങ്ങുണ്ട്, 18-ാം പട്ടയുണ്ട്. അതൊക്കെ നമുക്ക് കരിക്കിന് മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഫലവൃക്ഷ പ്രേമികൾ ഏറ്റവും കൂടുതലായി ചോദിച്ചു വാങ്ങുന്ന ഒരു ഇനമാണ് നമ്മുടെ ഈ കുടംപുളി. നമ്മുടെ ഈ പൊക്കത്തിൽ വന്നിട്ടുള്ള ചെടികൾ തന്നെ ഇവിടെ കുടംപുളി പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 200 രൂപ തൊട്ട് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന, ആവശ്യം പോലെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കാൻ കഴിയുന്ന
ചെറിയ ചെടികളുടെ ശേഖരമുണ്ട്. കുറ്റിക്കുരുമുളകാണ്. അപ്പോൾ ഇതിനകത്ത് കുറ്റിക്കുരുമുളകിൻ്റെ ഈ ചെറിയ ചെടിയിൽ തന്നെ നന്നായിട്ട് അതിൻ്റെ തിരി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ചെടികളിലും തിരിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 70 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിൽ തന്നെ വെച്ച് ഫലം നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല കായ്ഫലമുള്ള ഒരു കുരുമുളകാണ്. അതുപോലെ തന്നെ നമുക്ക് വള്ളിക്കുരുമുളകും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ 70 രൂപ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റെഡ് ഹൈബ്രിഡ് എസ്കാർലറ്റ് എന്ന് പറയുന്ന മരമുന്തിരി ശേഖരമാണിത്. ഇതൊക്കെ നമുക്ക് 300 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. നല്ല പച്ചപ്പുള്ള നല്ല ചെടിയാണ്. ഇത് 300 രൂപ മുതൽ നമ്മൾ 10,000 രൂപയ്ക്ക് മുകളിലുള്ള വലിയ തൈകൾ വരെ നമുക്കിവിടെ ലഭ്യമാണ്. അബിയുവിൻ്റെ ചെറിയ ചെടികളാണ്. നമ്മളൊരു 250 രൂപ റേഞ്ചിന് കൊടുക്കുന്ന ചെടിയാണ്. അബിയുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കരിക്കിൻ്റെ ടേസ്റ്റുള്ള നന്നായിട്ട് നമുക്കങ്ങനെ കഴിക്കാൻ കഴിയുന്ന നല്ലൊരു രുചികരമായ ഫ്രൂട്ട്സ് ലഭിക്കുന്ന ചെടിയാണ്. അപ്പോൾ നമുക്കിവിടെ 100 രൂപ മുതൽ 1500 രൂപ വരെയുള്ള വലിയ കായ്ക്കാറായ ചെടികൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇത് മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവ എന്ന് പറയുന്ന ചെടിയാണ്. അപ്പം നിള ഓർക്കിഡ്സ് കരുനാഗപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു 10,000-ലധികം തൈകൾ, വിവിധ വിലയിലുള്ള തൈകൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ചെടികൾ പലതും കായ്ക്കാറായതും കായ്ച്ചതും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ചെടികൾ നമുക്കൊരു 3000 രൂപയ്ക്ക് ഒക്കെ നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ നിള ഓർക്കിഡ്സ് ഡെലിവറി സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യക്കാർ ഇവിടെ വന്ന് എടുക്കേണ്ടി വരും. നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നൽകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ 350 വെറൈറ്റിയിലുള്ള ഫലവൃക്ഷ തൈകൾ നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. അപ്പോൾ കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് കിഴക്ക് വശം കുറ്റിപ്പുറത്തിന് തെക്ക് പ്ലാവിള ജംഗ്ഷനിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത്.